പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വചനം സങ്കീർത്തനം 115:12. കർത്താവിന്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനെ നമ്മെ കുറിച്ച് ഒരു വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വചനം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനം. ഇന്ന് കണ്ണുനീരോടെ വേദനയിലൂടെ പല നിയോഗങ്ങളായിട്ട് കടന്നു വന്ന ദൈവമക്കളെ നോക്കി സ്വർഗത്തിലിരുന്ന ദൈവം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ കുറിച്ച് കർത്താവിനൊരു വിചാരമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ പറയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പിടിക്കാം ഒരിക്കൽ കൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം വളരെ ശക്തമായി നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും വന്നു നിറയുവാനായിട്ട് നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ജീവനുള്ള വചനം, ആത്മാവും ജീവനുമായ വചനം, സജീവവും ഊർജ്ജസ്വലമായ വചനം സ്വീകരിക്കുവാൻ, സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തെ തുറക്കണമേ. വചനം കേൾക്കുവാൻ, വചനം സ്വന്തമാക്കുവാൻ, വചനത്തിൽ വിശ്വസിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, വചനത്തിന് അനുസരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പല വിചാരങ്ങളും, എല്ലാ തിന്മയുടെ ശക്തികളും എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ. പോലെ 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 സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർത്താവിന്റെ വചനം ഹൃദയത്തെ സ്വീകരിക്കുവാൻ, മനസ്സിലെ ശരീര മനസ്സെല്ലാം വിട്ടുകൊടുക്കുവാൻ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. സ്തുതി പറഞ്ഞ് ശാന്തമായിട്ടിരിക്കും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിന്റെ വചനം മാർക്കോസിന്റെ സുവിശേഷം 9:29 കർത്താവിന്റെ വചനം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെയല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം നമ്മളിൽ നിന്ന് വിട്ടുപോകുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെയല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം നമ്മളെ വിട്ടുപോകുകയില്ല. ഹല്ലേലൂയ. ഏതു വർഗ? ഏതു വർഗ? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്ന ഈ വർഗം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഈ വർഗം വിട്ടുപോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം
എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥന ഉണ്ടായിരിക്കണം. വലുതുകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടൊരു ബന്ധം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വലുതുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവിന്റെ വചനം പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മളെപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പൗലോസ് ശ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ, വീണ്ടും പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആ പിശാച് അകറുന്ന സിംഹത്തെ പോലെ നമ്മളെ ചുറ്റി നടക്കുക, നമ്മളെ വിഴുങ്ങുവാനായിട്ട്, നമ്മളെ തെറ്റിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. എന്തെല്ലാം തിന്മകളിലൂടെയാണ് നമ്മൾ കടത്തിവിടുക. അതുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നമ്മളെ വീഴ്ത്തുവാൻ, ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വലുതുകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണോ പ്രാർത്ഥന? ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ മാത്രമാണോ പ്രാർത്ഥന? നോയമ്പിൽ മാത്രമാണോ പ്രാർത്ഥന? എല്ലാ നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ വിശുദ്ധ പാതിരിയോ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എവിടെയായിരുന്നാലും എന്ത് ചെയ്യാനും നിങ്ങളുടെ ഉള്ളിനുള്ളിൽ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവമായി ഒരു ആഴത്തിൽ ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. വലുതുകൾ ഉയർത്തി ഹല്ലേലൂയ. അങ്ങനെ ദൈവമായ ഒരു ആഴത്തിൽ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ പോകുമ്പോൾ, എവിടെയായാലും, എന്ത് ജോലി ചെയ്യായാലും, എന്ത് യാത്രകളായാലും, എന്തൊക്കെ പ്രശ്നങ്ങളായാലും, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തിന്മയ്ക്ക് നമ്മളെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് വിശുദ്ധ നമ്മൾ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ അതിനുള്ളിനുള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായിട്ടൊരു ആഴത്തിൽ ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 145:18 പറയാണ്, ഹൃദയ പരമാർത്ഥതയോടെ നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവം നിന്റെ സമീപസ്ഥനാണ്. വലുതുകൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. നിരന്തരമായ പ്രാർത്ഥന, എവിടെയായിരുന്നാലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിനൊരു ആശ്രയം, ദൈവത്തിനൊരു പ്രത്യാശ നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, ജീവിതത്തിൽ തിരിച്ചടികള്, പ്രതിസന്ധികൾ, ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം, രോഗമായിരിക്കാം, മക്കളുടെ പ്രശ്നങ്ങളായിരിക്കാം, എന്ത് തന്നെ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ ഒരു ആശ്രയ ബോധം, ഈ പ്രശ്നങ്ങൾ നിനക്ക് കീഴടക്കുവാൻ സാധിക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവര്, ദൈവമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വലുതുകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ബന്ധം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ഫാൻ കറങ്ങുന്നു, ലൈറ്റ് ഓണാണ്, ഈ മൈക്ക് ഓണാണ്, ഇത് ഓഫായി, മൈക്കൊക്കെ ഓഫായി, ഇത് നഷ്ടപ്പെടുകയാണ്. ഇത് എവിടെ നിന്നുള്ള കണക്ഷൻ പോകുന്നു? ഇടുക്കിന്ന്. ഹല്ലേലൂയ. കണക്ഷൻ പോവുകയാണ്. ഇത് എവിടെ നിന്ന് ലൈറ്റും ഫാനൊക്കെ കറങ്ങുന്നു, അല്ലെങ്കിൽ അതിന് പ്രകാശം വരുന്നു, ഈ മൈക്കിൽ ശബ്ദം വരുന്നു, ഇതിനുള്ള കണക്ഷൻ നഷ്ടപ്പെടുകയാണ്. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധം നമ്മളിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മൾ വേദനയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിരാശരായി അങ്ങനെ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ആത്മാവ് തന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധനായ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷി പോലെയാണ്. വലുതുകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞേ
തരണം ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചിറക്. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ അനുദിന ജീവിതത്തിലെ ധ്യാന കേന്ദ്രങ്ങളിലേക്കും നോയമ്പെടുക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും കൂട്ടായ്മ പോകുമ്പോഴും മാത്രമല്ല കരങ്ങൾ ഉയർത്തി വിളിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതം എന്നിൽ ഉണ്ടായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും വിശുദ്ധന്മാരെയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വന്ദനം ഉയർത്തി വന്നേ ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് വഴി തെറ്റുകയില്ല, നീ വീണു പോവുകയില്ല, നീ തളർന്നു പോവുകയില്ല. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നാം, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഒക്കെ അച്ഛന്മാരും അന്മാരും ഒക്കെ പറയും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ ചോദ്യം വരാം, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, സഹനങ്ങൾക്കോ വേദനകൾക്കോ പ്രശ്നങ്ങൾക്കോ യാതൊരു കുറവുമില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് കടബാധ്യത ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്ന മക്കളുടെ തോൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. അത്ഭുതകരമായ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ വിശുദ്ധ കാര്യം ആലോചിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസോ ദേവസഹായങ്ങൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരുടെ വിശുദ്ധരുടെ ജീവിതത്തിൽ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ, അവർക്കൊന്നും രോഗം വന്നിട്ടില്ലേ, വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ലേ, സഹനങ്ങൾ ഉണ്ടായിട്ടില്ലേ, പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ. എന്നാൽ അവർ ദൈവത്തിനോടൊപ്പം ചേർന്നപ്പോൾ ആ പ്രശ്നങ്ങളെ അവർക്ക് കീഴടക്കുവാൻ സാധിച്ചു. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, നോർത്തിലൊക്കെ പോയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബം, അപ്പനും അമ്മയും മക്കളും മരുമക്കളും എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. രണ്ട് പെൺമക്കളാണ്. അതിലൊരു മകൾക്ക് 6 മക്കൾ, ഒരു മകൾക്ക് 6 മക്കൾ, ഒരു മകൾക്ക് മക്കളേ ആലോചിച്ചു. 5 അല്ല 10 അല്ല 15 വർഷം കഴിഞ്ഞു. പലരും പല കുറ്റങ്ങളും പരാതികളും ഒക്കെ കളിയാക്കലൊക്കെ ഉണ്ടായി. അവസാനം അവര് ബന്ധുവീടുകളിലത്തെ പ്രോഗ്രാമിലൊന്നും പോവാതെ, കാരണം അവിടെ ചെന്നാൽ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നതല്ലേ, നോർത്തിലും എല്ലാം പോയിട്ട് മിഷൻ ശുശ്രൂഷ ചെയ്യുന്നതല്ലേ, വലിയ അത്ഭുതങ്ങൾ അടയാളം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞവരെ കുറ്റപ്പെടുത്തി തുടങ്ങി. പള്ളിയിലേക്ക് ചേച്ചി സഹോദരി വിളിക്കും, പള്ളിയിലേക്ക് പോയാൽ അപ്പം തന്നെ കുർബാന കഴിയുന്നത് ഓടി വീട്ടിലേക്ക് പോകും. കാരണം അവിടെ കണ്ടാൽ എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കുത്തുവാക്കുകൾ. അതുകൊണ്ട് അവിടെ നിൽക്കാറില്ല. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കാര്യമില്ല. കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കും. അതിനപ്പുറമായി ദൈവം അനുഗ്രഹിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിനൊന്നും ഒരു പ്രശ്നമില്ല, കർത്താവിനോടൊരു പരാതിയില്ല, ഒരു വെറുപ്പെറുപ്പുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞു. 5 വർഷം, 10 വർഷം, 15 വർഷം, 18 വർഷം. 2023 ജനുവരിയിൽ കർത്താവ് ആ കുടുംബത്തിന് ഒരു മകളെ നൽകി, കുഞ്ഞു മകളെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ജനുവരിയിൽ വീണ്ടും ഇപ്പോൾ ഗർഭിണിയായിരിക്കും ആ സഹോദരി. കർത്താവ് നൽകി. എന്റെ പ്രിയപ്പെട്ടവരെ, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ദൈവഭക്തർ ആപത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് കീഴടക്കാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ജോബ് പ്രാർത്ഥിക്കാത്ത മനുഷ്യനായിരുന്നു. തന്റെ മക്കൾ പാപം ചെയ്താൽ പരിഹാരം ബലിയർപ്പിച്ച് ജീവിക്കുന്ന ഒരു അപ്പൻ. എന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായില്ലേ? 4 കാര്യങ്ങളാ ജോബിനെ കുറിച്ച്. ജോബ് 1 മുതൽ 4 കാര്യങ്ങളാ ജോബിനെ കുറിച്ച് പറയുന്നത്. 1 നിഷ്കളങ്കൻ, 2 നീതിമാൻ, 3 ദൈവഭക്തൻ, 4 തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവൻ. ഇത് 4 കാര്യങ്ങൾ
വിശിഷ്ട കാര്യങ്ങളാ ജോബിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. എന്നാൽ അവന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായില്ലേ? അതവരുണ്ടായത് മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? എല്ലാം തുടച്ചു നീക്കിയില്ലേ? ഒരു പരാതി പോലും അറിഞ്ഞില്ല. കർത്താവിനോട് കൂടെയായിരുന്നു. ദൈവം തന്നു. അവരെ കളിയാക്കിയപ്പോഴും അവരെ കുറ്റപ്പെടുത്തിയപ്പോഴും അവരെ പഴിചാരിയപ്പോഴും അവൻ പറഞ്ഞു ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ മഹത്വം. കാരണം ഇവിടെ ദൈവത്തിന് അപ്പോഴും മഹത്വപ്പെടുന്ന കാരണമല്ല, അവൻ അപ്പോഴും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നു. ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ അവന്റെ പുസ്തകത്തിലേക്ക് നോക്കിയില്ല, അവന്റെ ജീവിതത്തിലേക്ക് നോക്കിയില്ല, അവന്റെ നഷ്ടപ്പെട്ടതിലേക്ക് അവൻ നോക്കിയില്ല. അവൻ നോക്കിയത് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരാൻ കഴിവുള്ള ദൈവത്തിലേക്കാണ് നോക്കിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ നടക്കുവാൻ അവന് സാധിച്ചു. പ്രശ്നങ്ങൾ അതിജീവിക്കുവാനാണ് സാധിച്ചു. ദൈവത്തോടൊപ്പം ചേർന്ന് തന്റെ ജീവിത പങ്കാളി പോലും അവനോട് പറഞ്ഞല്ലേ മനുഷ്യ, കാരണം രോഗം വന്നു എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ വേദനയിൽ കഴിയുന്ന ആ മകനെ നോക്കി പറയാ, സഹിക്കാൻ പറ്റാതെ തന്റെ ജീവിത പങ്കാളി പറയാ, അല്ലയോ മനുഷ്യ, ദൈവത്തെ ശപിച്ച് മരിച്ചോടെ നിങ്ങൾക്ക്. അപ്പോൾ അവൻ നാവ് കൊണ്ട് ദൈവത്തെ പഴിചാരിയില്ല എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണും, എന്റെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ, സരിയത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് ദൈവമായിട്ടൊരു ബന്ധത്താൽ ആ പ്രശ്നത്തെ കീഴടക്കാം. ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. നമ്മൾ പ്രശ്നത്തെ കീഴടക്കണം. പ്രശ്നം നമ്മളെ എല്ലാം കീഴടക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രശ്നത്തെ നമ്മൾ കീഴടക്കണം. അതെങ്ങനെ സാധിക്കും? ദൈവത്തിലൊരു ആശ്രയം, ദൈവത്തിലൊരു പ്രത്യാശ. അതെങ്ങനെ സാധിക്കും? ദൈവമായിട്ടൊരു ബന്ധത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വലുകരമയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, സ്വരമയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയും, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ദുരിതങ്ങളില്ലേ? പല തരത്തിലുള്ള ദുരിതങ്ങള്. മക്കളെ കുറിച്ച്, ജീവിത പങ്കാളി, കടബാധ്യത, വീടില്ല, രോഗം, എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളല്ലേ? പക്ഷേ ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അലസരാതെ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. വലുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എസെക്കിയേൽ രാജാവ് കർത്താവിന്റെ കൂടെയുള്ള ഒരു രാജാവായിരുന്നു. എസെക്കിയേൽ രാജാവ് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 20-ാം അധ്യായത്തിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ രാജാവ് ദൈവത്തിനോട് കൂടെ സഞ്ചരിച്ച ഒരു മകനായിരുന്നു. പല ഐശ്വര്യം അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന അഭിവൃദ്ധിയുണ്ടായി. എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഒരു എസെക്കിയേൽ രാജാവ് നമ്മൾ കാണുന്നത്. ഇത് കണ്ട് ദൈവത്തിന്റെ ദൂതനെ പറഞ്ഞയക്കാം. അവനടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു കാര്യമുണ്ട്, നീ മരിക്കുകയുള്ളൂ, ജീവിക്കുകയില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിക്കുക. കർത്താവിനോട് കൂടെയായിരുന്ന മക്കൾ നിരന്തരമായി നമ്മുടെ വെള്ളിയാഴ്ചകളിലും ആഴ്ചകളിലും ഞായറാഴ്ചകളെല്ലാം ധ്യാനത്തിനും ഇവിടുത്തെ ശുശ്രൂഷകൾ വരുന്ന മക്കൾ രോഗമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാ, വൈദികരെ അല്ലെങ്കിൽ അന്മാര് വന്നിട്ട് പറയും, നീ മരിക്കുകയുള്ളൂ, ജീവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, ഇനി ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? വേദന ഉണ്ടായിരിക്കില്ലേ? കുറ്റപ്പെടുത്തലുകൾ നമ്മളിൽ നിന്ന് വരില്ലേ? പഴിചാരില്ലേ? പിറുപിറുക്കില്ലേ? എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എസെക്കിയേൽ രാജാവ് അവൊന്നും ചെയ്തില്ല. ചുമരിനോട് മുഖം തിരിച്ചു കിടന്ന് അവൻ പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഓർക്കണമേ എന്ന ഒറ്റ നിലവിളിയെ മാത്രമേ ചെയ്യുള്ളൂ. നീ എന്നെ ഓർക്കണമേ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 2 മക്കളാ, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി.
വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ തുടങ്ങി അങ്ങനെ നന്നായി പോകുന്ന സമയത്ത് എൻ്റെ 2 മക്കൾക്കും പനി വന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് 2 മക്കൾക്കും പനി വന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലാക്കി. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവര് വീണ്ടും ഇത് മാറുന്നില്ല ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഡെങ്കി പനിയാണ്, ഇവിടെ അതിനുള്ള ചികിത്സയില്ല, നിങ്ങൾ വേറെ ഒരിടത്തേക്ക് പോകണം. കാരണം അതിന്റെ പ്ലേറ്റ്ലേറ്റ് വളരെയധികം കുറഞ്ഞു, വളരെയധികം കുറഞ്ഞെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും തിരിച്ച് വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഇവിടെയും രക്ഷയില്ലാവുക. അത് ഞങ്ങൾ പോവുകയാണ്. ഞാൻ കൂടെയുണ്ട്, എൻ്റെ ആത്മീയ സുഹൃത്തുക്കളുണ്ട്, വീട്ടുകാരുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം തന്നെ അവരെ ICUവിലാക്കി. കുറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, 48 മണിക്കൂർ കഴിയാതെ ഞങ്ങൾക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. 48 മണിക്കൂർ കഴിയാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം മകൾക്ക് 20,000, മകനെ 30-ഓ 40-ഓ ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് മരുന്ന് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രതിരോധത്തിനുള്ള മരുന്ന് കൊടുക്കുക മാത്രമേ സാധിക്കുള്ളൂ. കുറച്ച് ലീസ്റ്റ് തന്നു. ഇവർക്ക് ഭക്ഷണത്തിന്റെ സെപ്പറേറ്റ് പാത്രം വേണം, പൊതുവല വേണം, അങ്ങനെയൊക്കെ ഓരോ നിമിഷങ്ങളിലും യൂറിൻ അതുപോലെ ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ പോയി. പ്രിയപ്പെട്ടവരെ, 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം അവിടെ കൈവിടുകയാണ്. വൈദ്യകരമയത്തി പറഞ്ഞ ഹല്ലേലൂയ, സരമയത്തി പറഞ്ഞ ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം അവിടെ കൈവിടുകയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഞാൻ ഒരു ശുശ്രൂഷകനല്ലേ, എന്താണ് എന്റെ മുഖം എന്നിൽ നിന്ന് വരാൻ? ഞാനൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ നിന്ന് അവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിലേക്ക് അങ്ങനെ പോയി. ചാപ്പലിൽ പോയി കർത്താവിന് മുമ്പിൽ മുട്ടുകൾ കുത്തി. വലുതുകരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സരമേർത്തി പറഞ്ഞ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് കർത്താവിന് മുമ്പിൽ വീഴ്ത്തി. നിങ്ങളൊന്ന് ഓർത്തോ, കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ പിന്നീട് ഒരിക്കലും ഒരു മനുഷ്യന് മുമ്പിൽ മുട്ടുകുത്താൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന് മുമ്പിൽ കണ്ണുനീര് വീഴ്ത്തുന്നവനെ വേറൊരുത്തിന് കണ്ണീര് വീഴ്ത്ത ഒരു മനുഷ്യന് മുമ്പിൽ കണ്ണീഴ്ത്താൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു മനുഷ്യന് മുമ്പിലേക്ക് പോയില്ല, എന്ന് ചെയ്യുന്ന ആലോചന ഞാൻ പോയില്ല, ഞാൻ അന്വേഷിച്ചില്ല. നമ്മുടെയൊക്കെ പ്രശ്നം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോൾ മനുഷ്യരോട് ചോദിക്കുക, മനുഷ്യരുടെ മുമ്പിലേക്ക് ഓടാം. ഒന്ന് ഓർത്തോ, യെശയ്യാ പ്രവാചകൻ 2:22, മനുഷ്യൻ ഒരു ശ്വാസം മാത്രം, അവന് എന്തു വിലയുണ്ട്, അവനിൽ നീ വിശ്വസിക്കരുത്. നമ്മൾ ഓടുന്നത് മനുഷ്യന്റെ മുമ്പിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിന് മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ജീവിത പങ്കാളി ഒന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 2 പേർ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വചനത്തിൽ മത്തായി 18:19 പറയാണ്, ഈ ഭൂമിയിൽ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യവും നിന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നടത്തി തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നടത്തി തരും. തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, തരും. ഒരു വാഗ്ദാനം. ഈ ഭൂമിയിൽ 2 പേർ, ഒരു കർത്താവ് ഒരുമിപ്പിച്ച 2 പേർ, ദൈവം കൂട്ടിച്ചേർത്ത 2 പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഡോക്ടർ വിളിക്കുകയാണ്. ഞാൻ ഡോക്ടർ പറഞ്ഞു, അല്പസമയം വരെ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇപ്പോൾ സംഭവിച്ചെന്നറിയില്ല. ഓരോ നിമിഷവും ഞങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മണിക്കൂർ മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയില്ല. പ്ലേറ്റിലേക്ക് വളരെ ശക്തമായി ഉയർന്നിരിക്കുന്നു. മകൾക്ക് 1,00,000-ഉം മകനെ 1,40,000-മായി ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തർ ആവർത്തി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. 4:7 നിയമാവർത്തന പുസ്തകം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക്
കർത്താവിന് മുമ്പിൽ കണ്ണീർ ഒഴുക്കണം. മനുഷ്യരുടെ മുമ്പിലല്ല യാചിക്കേണ്ടത്, കണ്ണീർ വീഴ്ത്തേണ്ടത് കർത്താവിന്റെ സന്നിധിയിലാണ്. കർത്താവിന് മുമ്പിൽ കണ്ണീരൊഴുകിയാൽ ആ കണ്ണുനീര് കർത്താവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കും. നിന്റെ അകച്ചിലുകൾ ഞാൻ മനുഷ്യനായിരുന്നു എന്ന് പറയണം. എലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, ഫലമുണ്ടായി. മഴ പെയ്തു. ഇങ്ങനെയാണ് അവൻ പ്രാർത്ഥിച്ചു, ഫലമുണ്ടായി. എങ്ങനെ? അതിലൊരു വചനം എഴുതിയിട്ടുണ്ട്, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. വചനമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരുകയല്ല ചെയ്യേണ്ടത്. ബിസിനസ് തകരുമ്പോൾ ജീവിത പങ്കാളിയെ കുറ്റം പറഞ്ഞ്, മക്കൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മക്കളെ വഴിചാരി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. കൈകോർത്ത് പ്രാർത്ഥിക്കണം. അതാണ് ഈ ഭൂമിയിൽ രണ്ടുപേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവർക്ക് അതെല്ലാം നൽകുമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകത്തിലെ തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളറിയാം, ദൈവത്തിന്റെ 8-ാം അധ്യായത്തിൽ ഇനിയുണ്ട് പ്രിയപ്പെട്ടവരെ, സാറയെ വിവാഹം കഴിച്ചു. ഇതിനു മുമ്പ് വിവാഹം കഴിച്ച 7 പേർക്ക് എന്ത് സംഭവിച്ചു? മരിച്ചു. 7 പേര് മരിച്ചുപോയി. 7 പേര് മരിച്ചുപോയി. എന്നാൽ തോബിയാസ് വിവാഹം കഴിക്കുകയാണ്. ആ രാത്രിയിലെ തോബിയാസ് സാറയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ രാത്രി അവന് ഭയമുണ്ടായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു, അവനറിയാം ഇങ്ങനൊരു സംഭവം, 7 പേര് മരിച്ചുപോയി, ഞങ്ങളെയും കീഴടക്കുവാൻ, ഞങ്ങളെയും ജീവിതം കൊണ്ടുപോകാൻ ആ പൈശാചിക ബന്ധനം കടന്നു വരും എന്നുള്ളത് അവനറിയാം. തോബിയാസ് സാറയോട് പറഞ്ഞു, സാറ, ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, 2 പേരും ചേർന്ന് പ്രാർത്ഥിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? പൈശാചിക ബന്ധനം അവരിൽ നിന്ന് വിട്ടു അകന്നു പോയി. അവരെ ആക്രമിക്കുവാൻ, അത് ഇല്ലാതാക്കുവാൻ, കൊന്നെടുക്കാവുന്ന തിന്മ അവരിൽ നിന്ന് വിട്ടുപോവുകയാണ്. നേരം വേഴക്കാറായപ്പോൾ സാറയുടെ അപ്പൻ ദാസിയെ വിടുകയാണ്. എന്തായി? കുഴിയൊക്കെ ശരിയാക്കി, കുഴിച്ചിടാനൊക്കെ കുഴിയൊക്കെ ശരിയാക്കി. ഈ ഇരിക്കുന്ന പലർക്കും അനുഭവമുണ്ട്. പലരും എപ്പോഴും മരിച്ചു പോകുമെന്നും തളർന്നു പോകുമെന്നും ആയ മക്കൾ കർത്താവിന്റെ കാരണത്താൽ പിടിച്ചെഴുന്നേൽപ്പിച്ച മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ കുഴിയൊക്കെ ശരിയാക്കി കുഴിച്ചിടാനായിട്ട് ദാസി പറഞ്ഞിരിക്കുകയാണ്. പോയി നോക്ക്, അവരെ മരിച്ചെങ്കിൽ ആരും അറിയാതെ കുഴിച്ചിടാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അവർ സുഖമായി ഉറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സാറയുടെ അപ്പൻ രഘുവേനോട് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ നന്ദി. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മ വിട്ടുപോകും. ദൈവിക ശക്തി നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരും. വലുതരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമുക്കത് സാധിക്കാത്തത് നമ്മുടെ ജീവിത വ്യഗ്രതയാ. ദൈവത്തെ കണ്ടുകൊണ്ടല്ല ഓടുന്നത്, ജീവിത വ്യഗ്രതയാ. സാമ്പത്തിക മേഖല കിടക്കുവാനായിട്ട്, മക്കളെ എങ്ങനെയും പഠിച്ച് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മളിത് രക്ഷപ്പെടാൻ പൈസ ഉണ്ടായാൽ രക്ഷപ്പെടുമോ? വലിയൊരു വീടുകൾ കാണണമെങ്കിൽ രക്ഷപ്പെടുമോ? നമ്മളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വ്യഗ്രത, ഈ ജീവിത വ്യഗ്രതയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അടിത്തറ തകർന്നു പോകുന്നത്. വലുതരമേന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സകല തിന്മകളുടെ അടിസ്ഥാനം
എവിടെയെങ്കിലും പെട്ടെന്ന് ജോലിക്ക് കയറണം, ഈ പ്രശ്നങ്ങളൊക്കെ തീരണം, സാമ്പത്തികം നമ്മൾ ഉയരണം. നല്ല വാക്ക് ഒരാൾ പോലും പറയുന്നില്ല. ഒരു വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഒരാൾ പോലും അവർ പോകുമ്പോൾ കൊടുത്തേക്കുന്നില്ല. ഒരു ജപമാല കൊടുത്തേക്കുന്നില്ല. പലതരം അച്ചാറുകളും മിക്സറുകളും എല്ലാം കൊടുത്തേക്കുന്നുണ്ട്. മക്കൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ആവശ്യമുള്ള ദൈവികത കൊടുക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയവരില്ല. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാം. മക്കൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. നമുക്കും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നാം ഓടേണ്ടത് ഹെബ്രായർക്ക് ലേഖനം 12:2 നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ ഓടാൻ. ഹല്ലേലൂയ! ഹല്ലേലൂയ! യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ ഓടാൻ. അങ്ങനെ ഓടിയാൽ നീ വീണു പോകില്ല, നീ തളർന്നു പോകില്ല. യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം. അത് പ്രിയപ്പെട്ട നമുക്ക് പലപ്പോഴും സാധിക്കാത്തത് നമ്മുടെ ജീവിത ഭദ്രതയിൽ മറ്റൊന്നോ ലക്ഷ്യത്തോടെ അധികാരം, സ്ഥാനമാനങ്ങൾ, സമ്പത്ത് എന്നാലും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓടുമ്പോഴാണ് നമ്മൾ അടിതെറ്റി വീഴുന്നതും നമ്മൾ തളർന്നു പോകുന്നതും തകർന്നു പോകുന്നതും. എന്നെ പ്രിയപ്പെട്ട അങ്ങനെയാണ് നിരാശയിലേക്ക് നമ്മുടെ ജീവിതം തന്നെ കടന്നു പോകുന്നത്. വചനമേറ്റി പറഞ്ഞ ഹല്ലേലൂയ! പറഞ്ഞ ഹല്ലേലൂയ! അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം അതിന് പൂർണ്ണതയിലെത്തിക്കുന്നവനായ യേശു കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിന്റെ ജീവിതം കൊണ്ടുപോകുവാനായിട്ട്. നിന്റെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് വേണം, യേശുവിനെ കണ്ടുകൊണ്ട് വേണം നീ മുന്നിൽ പോകുവാനായിട്ട്. വേറൊരു മനുഷ്യരെയല്ല, വേറൊരു ജീവിതത്തിലൊന്നും. അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. എന്റെ പ്രിയപ്പെട്ടവരെ, നീ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ, നിന്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ ആഴപ്പെട്ട് മുന്നോട്ട് പോയാൽ, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും വീണു പോകാൻ, തളർന്നു പോകാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. വലുതരമായി പറഞ്ഞ് ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ ചെറിയില്ല, പ്രാർത്ഥനയില്ലാത്ത കുടുംബം ചെറിയില്ലാത്തവൻ, പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ ചെറിയില്ലാത്ത മനുഷ്യർ. ഓർക്കണം, ഒന്നും നമുക്ക് പിടിച്ചിട്ടാണ്. പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിന് പിടിച്ചിടാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്ത ഭവനം അതിവേഗം നശിച്ചു പോകുന്ന. പ്രഭാഷകൻ 27:3 പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, പിടിച്ചു നിൽക്കാൻ സാധിക്കും. കുടുംബത്തിന് ഒരു പ്രശ്നം വന്നാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കാത്താണ് കാണുന്നത്. നമ്മൾ നിരന്തരമായ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താ? ആത്മഹത്യകൾ, ഒരുമിച്ച് മരിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ, കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്കും ഈ ദേശത്തിനും ഈ രാജ്യത്തിനു വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കേണ്ട വലിയൊരു കടമ നമ്മുടെ ജീവിതത്തിലുണ്ട്. വചനമേറ്റി പറഞ്ഞ് ഹല്ലേലൂയ! നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കാല് പുറത്തേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയരണം. പ്രിയപ്പെട്ടവരെ, മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ വിജയിച്ചതുപോലെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ യാതൊരു അപകടങ്ങളുമില്ലാതെ അവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോയ മക്കൾ അന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കാരണം പലതും കേൾക്കുമ്പോഴൊക്കെ പ്രാർത്ഥന സഹായമൊക്കെ വരുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. പലതും അറിയുമ്പോൾ കാലത്ത് പോയ മകൾ, കാലത്ത് കൊണ്ടാക്കിയ, ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ, ഹോസ്പിറ്റലില് നേഴ്സിംഗായി കൊണ്ടാക്കിയ മകൾ വൈകുന്നേരം കൊണ്ടാക്കാൻ വരുമ്പോൾ ഫോൺ വിളിക്കുക. അപ്പനെ കൊണ്ടുവരാൻ വരണ്ട. എന്താണ് ചോദിച്ചപ്പോ പറയാ എന്റെ കല്യാണം കഴിഞ്ഞു. നമ്മളിവിടെ TV കണ്ടും അതും ഇതും പറഞ്ഞു ഈ ലോകത്തിന്റെ ചർച്ചകളിലൂടെ നടക്കേണ്ട സമയമല്ല. നമുക്ക് ഭയങ്കര ചർച്ചകളല്ലേ. അരിക്കൊമ്പൻ എത്ര മൈക്കോടെ വെച്ച് ഭയങ്കര കഷ്ടമാണല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച, പൊതു ചർച്ചകൾ. അങ്ങമാര്, എറണാകുളം, ഇതൊന്നും നമ്മുടെ ചർച്ചകളല്ല. നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നോക്കിയോളൂ. നമ്മൾ അതാണ് ഇവിടെ ഇതൊക്കെ നിസ്സാര കാര്യം പറഞ്ഞൊരു കാര്യം. പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിൽ പോകുമ്പോൾ നേരിട്ട് കാണുന്ന കുറെ കാഴ്ചകളുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തൃശ്ശൂരിൽ കണ്ട ഒരു കാഴ്ച ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. തോന്നിയ പോലെ അതും ഇതും പറഞ്ഞ് നടക്കേണ്ട ഒരു സമയമല്ല, കാലഘട്ടമല്ല. കാലഘട്ടങ്ങളുടെ വചനം പറയാ, തിന്മയുടെ കാലഘട്ടം നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മക്കളപ്പനെ കൊല്ലുന്നു, അപ്പ മക്കളെ കൊല്ലുന്നു, പീഡനങ്ങള്, കൊലപാതകങ്ങള്, അപ്പൻ അമ്മയും കൂടി ആ മക്കളെ കൊല്ലുന്നു. പലതരത്തിലുള്ള കൊലപാതകം, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അക്രമങ്ങളും പ്രശ്നങ്ങളും. എന്റെ പ്രിയപ്പെട്ട ദൈവമേ, പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ് ഈ കാലഘട്ടം. ഞാനും എനിക്കും ഞാൻ പറഞ്ഞില്ല, രാഹുലിന്റെ ഒരു പെൺകുട്ടിയെ എന്റെ ജീവിത പങ്കാളി ഇതൊക്കെ അവിടെ നിന്നൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോൾ എന്നോട് പറയും, ആ എന്തറിഞ്ഞോ, ആ പെൺകുട്ടി ഒരത്തിന്റെ കൂടെ പോയി, ആ പെൺകുട്ടി കാണാനില്ല, അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിത പങ്കാളിയോട് അവസാനമായപ്പോ പറഞ്ഞു, അവരൊക്കെ പോയി ഇവരൊക്കെ പോയി ഒക്കെ ശരി തന്നെ. നമ്മുടെ വീട്ടിലും ഒരെണ്ണം ഉണ്ട്. അത് പോവാണ്ട് നോക്കിക്കും. കാരണം നമുക്ക് ഭയങ്കര ചർച്ച, നമുക്ക് എപ്പോഴും മറ്റുള്ളവരാണ്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, അത് പോവാണ്ട് നോക്കിക്കോ. അവരിൽ ചർച്ച ചെയ്യാൻ നമുക്ക് ഭയങ്കര കാണുന്നേ, നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. വെള്ളിയാഴ്ചകളിലൂടെ വരാൻ പറ്റും, വ്യാഴാഴ്ചകളിൽ പറ്റും, ശനിയാഴ്ചകളിൽ പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ ആവശ്യം നമ്മൾ എത്രമാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ എങ്ങനെയെങ്കിലും ഒരു കാര്യം സാധിക്കണം, യാതൊരു പ്രാർത്ഥന, തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥന, ബന്ധങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥന. ബന്ധുക്കളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇതെല്ലാം നല്ലത് തന്നെ, പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, എത്രമാത്രം ഹൃദയപരമാർത്ഥതയോടെ ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നീ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അങ്ങനെയല്ല, അതര വ്യായാമം പോലെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നോ നഷ്ടപ്പെട്ടു പോകുമെന്നും എന്നോ ജീവിക്കാൻ പറ്റില്ല എന്നും ഇവിടെ നിന്ന് നാട് വിട്ടു പോകേണ്ടി വരുമെന്നും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നും ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നും അവർക്ക് ഇനി ജീവിക്കാൻ പറ്റില്ലെന്നും പലരും വിധി എഴുതിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവമായിട്ടൊരു ബന്ധത്തിലാണ്. ലക്ഷങ്ങൾ കോടികൾ കടബാധ്യത വന്ന് നശിച്ചു പോകുവാൻ, എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബം തകർന്ന സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഇന്ന് എവിടെയാണ്, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണ് തകർന്നു പോയത്? അന്ന് ചുറ്റുമുള്ളവർ പലരും വിധി എഴുതി, ഇനി ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നാട് വിട്ടു പോകേണ്ടി വരും. പല കോടതി കേസുകളും പോലീസുകളും പല ഗുണ്ടകളും പല ആക്രമണങ്ങളും, ഇവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്താൽ പറ്റൂ, ഇനി ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിധി എഴുതിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായി അമേയമായി ബന്ധത്തിലേപ്പെട്ടു. പരിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥന, ജപമാരുടെ കരണക്കൊന്നൽ, അങ്ങനെ ആരാധനയിലൂടെ നിരന്തരമായ പ്രാർത്ഥന ജീവിതത്തിലൂടെ. അതുകൊണ്ട് പറയണേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ എന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി മക്കളെ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, കൈകോർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു തിന്മയും നിങ്ങളെ തൊടുകയില്ല. വലുതുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. നിന്റെ കർത്താവ് സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും. അനുതാപനായി നിൽക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ആളല്ല, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതും പോകുന്നതും ആയ ഒരു വ്യക്തിയായി ഞാൻ. വലുതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. നിരന്തരമായ പ്രാർത്ഥന പഠിപ്പിച്ചു ഈ കുടുംബത്തെ, ജെറുസലേം കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ യാമങ്ങളിലെ വർഷങ്ങളായി ഇന്നും അത് മുടങ്ങിയിട്ടില്ല. ഒരു ശനിയാഴ്ച പോലും രാത്രിയില്ലാത്ത രാത്രിയില്ല. എപ്പോൾ എന്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കാം. യാത്രയിലുടനീളം ഞാൻ പ്രാർത്ഥിക്കാം.
കർത്താവിനെ സ്തുതിച്ചുള്ള ഓരോ നിമിഷങ്ങളിലും എന്റെ ഏറ്റവും വലിയ ലഹരി അതാണ് എന്റെ സമ്പത്ത്. ദൈവമായിട്ടുള്ള ദൈവത്തിനോട് എനിക്ക് ലഹരി, വേറെ ഈ ലോകത്തിനോടൊന്നല്ല. ഹല്ലേലൂയ. സമ്പത്തിനോടല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന് സുഖങ്ങളോടെയല്ല. ഹല്ലേലൂയ. എനിക്കറിയാം അതൊക്കെ എത്ര നേരം ഉണ്ടാവുന്നു. സോളമൻ പറഞ്ഞതുപോലെ ആകാശത്തിന് കീഴെ സൂര്യന് കീഴെ എല്ലാം മിഥ്യയാണെന്ന് എനിക്ക് മനസ്സിലായി. സോളമൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, സോളമൻ പറയുന്ന കാര്യമുണ്ട്, ഞാൻ എല്ലാ മനുഷ്യരും വിചാരിച്ച എല്ലാ കാര്യങ്ങളും നേടി, എല്ലാ സുഖങ്ങളിലൂടെ ഞാൻ പോയി. പക്ഷെ അവസാനം സോളമൻ പറയാ, എന്റെ പൂർവികരേക്കാൾ ഞാൻ ഉന്നതനായിട്ട് തീർന്നു. പക്ഷെ സോളമൻ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, സൂര്യന് കീഴെ എല്ലാം പാഴ്വേലയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. സലമിയത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്റെ ജീവിതത്തിലെ ശുശ്രൂഷയിൽ കടന്നു വന്ന അന്ന് മുതൽ പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. പ്രാർത്ഥനയുടെ പ്രാർത്ഥനയെ പരിശുദ്ധ കുർബാന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തെ എന്റെ പ്രശ്നത്തിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ എനിക്ക് സാധിച്ചു. ആ പ്രശ്നത്തെ കീഴടക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രശ്നം എന്നെ കീഴടക്കിയില്ലേ? കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. വലുതുകളെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ടുള്ളൊരു ബന്ധം. കാരണം വിശുദ്ധ പാദ്രി പിയോ പറയുന്ന കാര്യം, വിശുദ്ധ പാദ്രി പിയോ പറയാണ്, പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയം തുറക്കുന്ന താക്കോൽ. ഹല്ലേലൂയ. സർവ്വജനം പറഞ്ഞ ഹല്ലേലൂയ. പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയം തുറക്കുന്ന താക്കോൽ. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഇടവിടാതെ അലസത കൂടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. എവിടെയായിരുന്നാലും, എന്തു ചെയ്യുകയാലും, ഏത് യാത്രകളിലായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ മക്കളെയൊക്കെ വിദേശത്തേക്ക് വിടുമ്പോൾ അവർക്ക് തോബിത്ത് 4-ാം അധ്യായം അവർക്ക് വായിച്ച് പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം അതിലെ മകനെ യാത്രയാക്കുമ്പോ തോബിത്ത് മകനോട് പറയുന്ന കാര്യം, മോനെ നീ പാപം ചെയ്യരുത്, മോനെ നീ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കരുത്, നീ ദൈവത്തിൽ നിന്ന് അകലരുത്, ദാനധർമ്മം ചെയ്യണം, പാപം ചെയ്യരുത്, നീ പ്രാർത്ഥിക്കണം. ഏത് അമ്മമാരപ്പന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മക്കൾക്ക് ആദ്യം അവർ ദൈവമാകുന്ന സമ്പത്തിനെ അവർ സ്വന്തമാക്കട്ടെ. വലുതുകാരി പറഞ്ഞ ഹല്ലേലൂയ. സമ്പത്തല്ല ദൈവം, ദൈവമാകുന്ന സമ്പത്ത് നമ്മൾ സ്വന്തമാക്കണം. അതാണ് നമ്മുടെ ആവശ്യം. വലുതുകാരി പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത ഷെയ്ഖിനോട് പറഞ്ഞാൽ സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. നന്നായി പറയും ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമ്പത്തിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണേ പ്രിയപ്പെട്ടവരെ. ഇതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ലഹരി സമ്പത്ത് ഈശോയാകണം. ലഹരി സമ്പത്തല്ല. ഈ ലഹരി നമ്മൾ ഏത് നിമിഷങ്ങളും ദൈവത്തെ പാടി വണ്ടി പോകുമ്പോൾ എല്ലാം ഏത് നിമിഷങ്ങളും ഇങ്ങനെ ആരാധിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കും. ഏത് നിമിഷങ്ങളിലും. അതുകൊണ്ട് ഒരു പല വിചാരം വരില്ല. ഹല്ലേലൂയ. സർവ്വജനം പറഞ്ഞ ഹല്ലേലൂയ. പ്രലോഭനത്തിൽ പലർക്കും പല ആൾക്കാർക്കും പ്രലോഭനം വന്ന് ഇരിക്കുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ എങ്ങനെയിരിക്കണം? ഉണർന്നിരുന്നോളൂ. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഉണർന്നിരു പ്രലോഭനത്തിൽ. അപ്പൊ പ്രലോഭകൻ എപ്പോഴും നമ്മുടെ അത് മഴ പെയ്യുമ്പോൾ തണുപ്പാണെന്ന് പറഞ്ഞ് ആ കാലത്ത് കിടക്കല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം. ഈ വെള്ളിയാഴ്ച ആവുമ്പോഴെങ്കിലും വരാൻ ചിന്തിക്കുമ്പോഴാണ് പലർക്കും പല പ്രശ്നങ്ങൾ, ഭയങ്കര തടസ്സങ്ങൾ. ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, അത് മാറ്റി വെച്ച് ഇവിടെ വന്നോ, അതൊക്കെ കർത്താവ് നോക്കും. വലുതുകാരി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മാറ്റി വെച്ച് അതിന് പോയ കാര്യം നടക്കില്ല. പക്ഷെ അത് മാറ്റി വെച്ച് ഇതിന് വന്നാൽ കർത്താവ് നടത്തും. വലുതുകാരി പറഞ്ഞ ഹല്ലേലൂയ. സർവ്വജനം പറഞ്ഞ ഹല്ലേലൂയ. ജീവിതാനുഭവം കൊണ്ട് പറയണേ, ജീവിതാനുഭവം കൊണ്ട് പറയണേ. എലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മളിൽ തീഷ്ണത ഉണ്ടാകണം. അപ്പോഴാ ഫലം ഉണ്ടാവുകയുള്ളൂ. ഫലം ഉണ്ടാകുമ്പോഴാണ്
സ്വർഗം തുറന്ന് കർത്താവ് അനുഗ്രഹിക്കുക. വലുതുയർത്തി ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകം, പ്രാർത്ഥനാവരം, വിശ്വാസത്തിന്റെ വചനം എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾക്കും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഇത്ര നാള് പ്രാർത്ഥിച്ചു, ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു വലുത് തരാൻ വലിയ നമ്മൾ ഉദ്ദേശിച്ചേക്ക് ഒരു വലുത് തരാനാ കർത്താവ് സമയം എടുക്കണം കേട്ടോ. നിങ്ങൾ ആരും ക്ഷമിക്കണം. മക്കൾ ജയിച്ചില്ലെങ്കിൽ മക്കൾ പോകാൻ നേരമായി ഓർക്കുക. അതിനേലും അപ്പുറത്തേക്കും എന്തോ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് തരാനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അത് തരാനാണ്. നമ്മുടെ ബുദ്ധിയിലെയും നമ്മുടെ ശക്തി നമ്മൾ ചിന്തിച്ചുകൊണ്ട് മക്കൾ ഒന്നും തന്നെ വിടേണ്ട കാര്യമില്ല. ദൈവം വിടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറം ദൈവം നമ്മൾ അനുഗ്രഹിക്കും. പല മാതാപിതാക്കളുടെ സങ്കടം അതാ ഇപ്പോ, പല മാതാപിതാക്കളുടെ നിയോഗം അതാ ഇപ്പോ. ഒന്നോർത്തവരെ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കർത്താവ് എത്രയോ നല്ലവനാണ്. രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കാം. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവ്വീയത്തെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. സർവ്വീയത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സർവ്വീയത്തെ വിളിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന കർത്താവുണ്ട്. നീ നിലവിളിച്ചാൽ ഉത്തരം തരുന്ന കർത്താവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ദൈവമുണ്ട്. സർവ്വീയത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ. യാചിച്ചാൽ മറുപടിയുണ്ട്. ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയമാ. രണ്ട് കൈകളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. Stop.